ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതം പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പം മലയാളം മീഡിയം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പാഠപുസ്തകങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ളതാണല്ലേ. അപ്പം നമ്മൾ മാറിയ സിലബസ് അനുസരിച്ച് നമ്മുടെ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തിരഞ്ഞെടുത്തിട്ടാണ് ടീച്ചർ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. രാമു ആൻഡ് അനു went for a festival. On their way back, they visited a toy shop. They had a 100 rupee note with them. They saw the price list displayed in front of the shop. എന്താണ് മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഉത്സവചന്ത അല്ലേ. രാമുവും അനുവും ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ഒരു കളിപ്പാട്ട കടയിൽ കയറി. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 100 രൂപയാണ്. അപ്പോൾ കടയുടെ മുന്നിലാണെങ്കിൽ ഒരു വില വിവര പട്ടിക തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി മക്കൾക്കുള്ള ചോദ്യം ഇതാണ്. രാമു ബോട്ട് എ ബലൂൺ ആൻഡ് എ കാർ. അനു ബോട്ട് എ ടോയ് ഡ്രം. അതായത് നമ്മുടെ രാമു ബലൂണും കാറും മേടിച്ചു, അനു ആണെങ്കിൽ ഒരു ചെണ്ടയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. എമൗണ്ട് സ്പെൻഡ് ബൈ അനു, അതായത് അനുവിന് ചിലവായിട്ടുള്ള തുകയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് അവിടെ ആ ഒരു വില വിവര പട്ടിക നോക്കിയാൽ നമുക്ക് ഓരോന്നിൻ്റെ വില നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, നോക്കിക്കേ. നമുക്ക് ആ ഒരു വില വിവര പട്ടികയിൽ ബലൂണിന് 10 രൂപ എന്നും കാറിന് 30 രൂപ എന്നും അതുപോലെ തന്നെ ഡ്രമ്മിന് ചെണ്ടയ്ക്ക് 25 രൂപ എന്നും തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ അനു എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടായിരിക്കും? ഡ്രമ്മിന് 25 രൂപയേ ഉള്ളൂ അല്ലേ. 25 രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എമൗണ്ട് സ്പെൻഡ് ബൈ രാമു. രാമു എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോൾ രാമു ആദ്യം മേടിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ബലൂണും കാറും ആണ് അല്ലേ. ബലൂണിന് 10 രൂപയും കാറിന് എത്ര രൂപയാണ് പറഞ്ഞിട്ടുള്ളത്? 30 രൂപയാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 40 റുപ്പീസ് ആണ് അല്ലേ, 40 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ബോത്ത് ഓഫ് ദം, അതായത് 2 പേരും കൂടി ആകെ ചിലവാക്കിയത് എത്രയാണ് മക്കളെ? 40 + 25 ആണല്ലേ. എത്രയാണ് വരിക? 65 എന്ന് കിട്ടും അല്ലേ. 65 റുപ്പീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വാട്ട് വിൽ ബി ദി ബാലൻസ് എമൗണ്ട് ഇഫ് ₹100 ഈസ് ഗിവൺ ടു ദി ഷോപ്പ് കീപ്പർ. അതായത് കടക്കാരന് 100 രൂപ കൊടുത്താൽ ബാക്കി എത്ര രൂപ അവർക്ക് തിരിച്ചു കിട്ടും എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 100ൽ നിന്ന് 65 പോയാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും മക്കളെ? 35 രൂപയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പം 35 രൂപയായിരിക്കും അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സച്ചുവിൻ്റെ സമ്പാദ്യം. സച്ചുവിന് കുട വാങ്ങണം. അവൻ സമ്പാദ്യ കുടുക്കയിലെ പണം മേശപ്പുറത്ത് നിരത്തി വെച്ചു. അപ്പോൾ സമ്പാദ്യ കുടുക്കയിലെ നോട്ടുകൾ നമുക്കൊരു കുളത്തിലായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത കുളത്തിൽ തുക തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ മക്കൾ ഓരോ നോട്ട്സും ചെക്ക് ചെയ്തിട്ട് ആകെ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് തന്നിട്ടുള്ള കോളത്തിൽ എഴുതണം കേട്ടോ. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ 2 നോട്ട് ഏതിൻ്റെതാണ്? 50 രൂപ നോട്ടുകളാണ് അല്ലേ. അപ്പോൾ 2 50 രൂപ നോട്ടുകൾ ചേർന്നാൽ തുക എത്രയായിരിക്കും മക്കളെ? എത്രയായിരിക്കും? 100 രൂപയായിരിക്കും അല്ലേ. അടുത്തത് നോക്കിക്കേ. 2 20 രൂപ നോട്ടുകളാണ്. 20 + 20 എത്ര കിട്ടും നമുക്ക്? 14 എന്ന് കിട്ടും അല്ലേ. അടുത്തതോ ഒരു 10 രൂപ നോട്ട് മാത്രമേ ഉള്ളൂ. തുക എത്രയാണ്? 10 എന്ന് കിട്ടും അല്ലേ. ഓക്കെ മക്കളെ, അതിൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. സമ്പാദ്യ കുടുക്കയിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? എത്ര രൂപ ഉണ്ടായിരുന്നു മക്കളെ? അതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. എത്ര കിട്ടും? അത് നമുക്ക് 100 കിട്ടി, പിന്നെ 40 കിട്ടി, പിന്നെ ഒരു 10 കിട്ടിയില്ല. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 150 ആണ് അല്ലേ. 150 രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. പാറ്റേൺ പൂർത്തിയാക്കുക. ഏതൊക്കെയാണ് സംഖ്യ തന്നിട്ടുള്ളത്? 110, 100, 90 അല്ലേ. അവിടെ കുറഞ്ഞാണ് വരുന്നത്. എത്ര വീതമാണ് കുറഞ്ഞു വരുന്നത്? 10 വീതമാണ് കുറഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? 80, പിന്നീട് 70 വരും അല്ലേ. അടുത്ത പാറ്റേൺ നോക്കിക്കേ. 80, 40, 20. അവിടെ എന്താണ് പ്രത്യേകതയുള്ളത്? ആദ്യത്തെ സംഖ്യ 80 ആണ് അല്ലേ. പിന്നെ അതിൻ്റെ പകുതി 40 ആണ് അടുത്ത സംഖ്യ. അടുത്ത സംഖ്യയോ 40ൻ്റെ പകുതിയായിട്ടുള്ള 20 ആണ്. എങ്കിൽ തൊട്ടടുത്ത സംഖ്യ ഏതായിരിക്കും? 20ൻ്റെ പകുതി 10ഉം അതിനുശേഷം 5ഉം ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ അതേ രീതിയിൽ വേണം മക്കൾ പാറ്റേൺ പൂർത്തിയാക്കാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. മാക്സ് പാർക്ക് അല്ലേ, ഗണിത പാർക്ക്. ദി പിക്ചർ ഷോസ് ദി മാക്സ് പാർക്ക് ഇൻ സൈനബ സ്കൂൾ. അതായത് നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അത് നമ്മുടെ സൈനബയുടെ
സ്കൂളിലുള്ള മാത്സ് പാർക്കിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. ഗണിത പാർക്കിൻ്റെ ഒരു പിക്ചറാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. മക്കളടുത്ത് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. റൈറ്റ് ദി നമ്പർ ഓഫ് ജിയോമെട്രിക്കൽ ഷേപ്സ് ഫൗണ്ട് ഇൻ ദി പിക്ചർ. അതായത് ആ ഒരു പിക്ചറിലുള്ള ജാമിതീയ രൂപങ്ങൾ എത്രയാണെന്ന് എണ്ണീട്ട് എഴുതാനാണ്. അതിനായിട്ട് നമുക്ക് അവിടെ ഒരു കോളവും തന്നിട്ടുണ്ട്. ഒരു കോളത്തിൽ നമുക്ക് ജിയോമെട്രിക് ഷേപ്സ് അല്ലേ, ജാമിതീയ രൂപങ്ങൾ 3 തന്നിട്ടുണ്ട്. വൃത്തം, ത്രികോണം, ചതുരം അല്ലേ. അതിൻ്റെ തൊട്ടടുത്ത കോളത്തിൽ നമ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവയുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. ആദ്യത്തെ ഷേപ്പ് ഏതാണ്? സർക്കിളാണ് അല്ലേ, വൃത്താണ്. എത്ര വൃത്തമുണ്ട് മക്കൾ? ചിത്രത്തിലൊന്ന് നോക്കിക്കേ, എത്ര വൃത്തമുണ്ട്? 7 വൃത്താണുള്ളത് അല്ലേ, 7 സർക്കിളാണ്. അടുത്തത് ഏതാണ്? ത്രികോണാണ് അല്ലേ. എത്രയുണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ. ട്രയാങ്കിൾ 5 ആണുള്ളത്. അടുത്തത് ഏതാണ്? റെക്റ്റാങ്കിൾ ആണല്ലേ. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ. ചതുരം 6 എണ്ണം ഉണ്ട്. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കിക്കേ. വിച്ച് ജോമെട്രിക്കൽ ഷേപ്പ് ഈസ് മോർ ഇൻ ദി പിക്ചർ? അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു പാർക്കിൻ്റെ പിക്ചർ ഇല്ലേ, അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് ഷേപ്പാണ് എന്ന്. ഏത് ഷേപ്പാണ്? ഏറ്റവും കൂടുതൽ നമ്പർ നമുക്ക് കിട്ടിയിട്ടുള്ളത് വൃത്തത്തിനാണ് അല്ലേ, സർക്കിളിനാണ്. അപ്പം വൃത്താണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കൂ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. കളിപ്പാട്ടം വാങ്ങാം. ഓരോ കുട്ടിയുടെയും കയ്യിലുള്ള നോട്ടുകൾ നോക്കൂ. ഓരോരുത്തരുടെയും കയ്യിലുള്ള തുകയ്ക്ക് തുല്യമായ വിലയ്ക്കുള്ള കളിപ്പാട്ടം കണ്ടെത്തി എഴുതുക. നോക്കിക്കേ മക്കളെ, അവിടെ 4 കൂട്ടുകാരുണ്ട് അല്ലേ. സനൻ്റെ കൈവശം ഏതൊക്കെ നോട്ടുകളാണ്? 5 100, 4 10, 8 1 അല്ലേ. അപ്പോൾ അവന് മേടിക്കാനായിട്ട് പറ്റുന്ന കളിപ്പാട്ടം ഏതാണ്? ബസ്സാണ് അല്ലേ. ബസ്സിൻ്റെ വില നോക്കിക്കേ, 548 ആണ് അല്ലേ. 5 100, 4 10, 8 1 ചേർന്നാൽ 548 ഉത്തരം വരുന്നത്. അടുത്ത നോക്കിക്കേ മക്കളെ, ഷീയാണല്ലേ. 34 10, 7 1 ഉള്ളത്. അവൾക്ക് മേടിക്കാനായിട്ട് പറ്റുന്ന കളിപ്പാട്ടം ഏതാണ് മക്കളെ? ഓട്ടോറിക്ഷയാണല്ലേ. ഓട്ടോറിക്ഷയുടെ വില എത്രയാണ്? 347 ആണല്ലേ, 347. അടുത്ത നോക്കിക്കേ മക്കളെ, സനയുടെ കയ്യിൽ 4 100, 1 10, 5 1 ഉണ്ട് അല്ലേ. 4 100s, 1 10s, അതുപോലെ തന്നെ 5 1s ഉണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അവൾക്ക് മേടിക്കാനായിട്ട് പറ്റുന്നത് ഏതാണ്? സൈക്കിളാണ് അല്ലേ. സൈക്കിളിന് എത്ര രൂപയാണ്? 415 രൂപയാണ് അല്ലേ. 415 റുപ്പീസ്. അടുത്ത് നോക്കിക്കേ മക്കളെ, ദീപുവിന് 6 100 അതുപോലെ തന്നെ 37 1 അല്ലേ. അപ്പോൾ അവൻ്റെ കൈവശമാകെ എത്ര ഉണ്ടായിരിക്കും? 637 അല്ലേ. അതെന്ന് പറഞ്ഞാൽ ജീപ്പ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ ആ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്പർ ചെയിൻ. Look at the number flowers in the basket. The chain given below is made using these flowers. The relation of the number is also given below. എന്താണ് മക്കളെ? സംഖ്യാപൂക്കൾ കണ്ടുവല്ലോ. ഇതിലെ പൂക്കൾ ഉപയോഗിച്ച് കോർത്ത ഒരു മാലയാണിത്. മാലയിൽ പൂക്കൾ കോർത്ത ക്രമവും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് താഴെ ഒരു മാല കാണാം അല്ലേ. അതിലൊരുപാട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് വരുന്ന ക്രമവും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ആഡ് 3 to each നമ്പർ. അതായത് 3 വീതം കൂടിയാണ് വരുന്നത് അല്ലേ. 701 ആദ്യമുണ്ട്, പിന്നെ 704. അതേ രീതിയിൽ കൂടി 3 വീതം കൂടി വരുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി മക്കൾക്കുള്ള ചോദ്യം ഇതാണ്. സം നമ്പേഴ്സ് ആർ മിസ്സിംഗ് ഇൻ ദി ചെയിൻ. ക്യാൻ യു ഫൈൻഡ് ദം? റൈറ്റ് ദി റിലേഷൻ ഓഫ് ദി നമ്പേഴ്സ് ഇൻ ദി ബോക്സ്. ഫ്ലവേഴ്സ് 1 taken should not used again. അതായത് താഴെ നൽകിയ സംഖ്യാമാലയിൽ ചില സംഖ്യാപൂക്കൾ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അവ ചേർത്ത് എഴുതാമോ എന്നാണ് ചോദിച്ചത്. അതുപോലെ തന്നെ മാലയിൽ പൂക്കൾ കോർത്ത ക്രമവും മക്കൾ എഴുതണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലെടുത്ത പൂക്കൾ വീണ്ടും ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കിക്കേ മക്കളെ, ആദ്യത്തെ മാലയിൽ തന്നിട്ടുള്ള ഫസ്റ്റ് നമ്പർ ഏതാണ്? 290 ആണല്ലേ. പിന്നെ ഏതാണ്? 300 ഉണ്ട്, 310 ഉണ്ട്. എങ്കിൽ അടുത്ത 2 സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? ഇവിടെ 10 വീതമാണ് കൂടി വരുന്നത് അല്ലേ. അപ്പം 320, 330 അല്ലേ. ആഡ് 10 to each നമ്പർ. അതായത് 10 വീതം കൂടുന്നു എന്ന് പറഞ്ഞിട്ടുകൂടി മക്കൾ അവിടെ എഴുതി ചേർക്കണം കേട്ടോ. അടുത്ത സംഖ്യാമാല നോക്കിക്കേ മക്കളെ, 101, 211, 321. അടുത്തത് ഏതാണ് മക്കളെ വരുന്നത്? 431, 541 അല്ലേ. ഇവിടെ എന്താണ് പ്രത്യേകത? ആഡ് 110 to each നമ്പർ. അതായത് 110 വീതമാണ് കൂടി വരുന്നത് അല്ലേ. അടുത്തത് മക്കൾ എന്ത് ചെയ്യണം? 650 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സംഖ്യാമാലയുടെ പ്രത്യേകതയും നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്ട്രാക്ട് 50 ഫ്രം ഈച്ച് നമ്പർ. അതായത് ഓരോ നമ്പറിൽ നിന്നും 50 വീതം കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ 50 വീതം പുറകോട്ട് വരണം അല്ലേ.
650ൻ്റെ പുറകിൽ ഏത് വരും? 600, 550, 500, 450. പിന്നെ മക്കളുടെ അടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം നോക്കിക്കേ. ലുക്ക് അറ്റ് ദി നമ്പർ ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ് ആൻഡ് മേക്ക് എ നമ്പർ ചെയിൻ ഓഫ് യുവർ ഓൺ. റൈറ്റ് ദി റിലേഷൻ ഓഫ് നമ്പേഴ്സ് ഇൻ ദി ബോക്സ്. അതായത് മക്കളുടെ അടുത്ത് സ്വയം ഒരു നമ്പർ ചെയിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു റിലേഷനും മക്കൾ എഴുതണം. നോക്കിക്കേ, നമുക്ക് സിമ്പിളായിട്ട് 100, 200, 300, 400, 500, 600 എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. അവിടെ എന്താണ് പ്രത്യേകത? 100 വീതം കൂടി വരുന്നതാണ് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാർഡ് ഗെയിം. വിമല, അൻവർ ആൻഡ് അരവിന്ദ് ആർ ഫ്രണ്ട്സ്. They played a game making 3-digit numbers using number strips of hundreds, tens and ones. They used all the 3 strips. Vimala made the largest 3-digit number. Find the number. അതായത് നമ്മുടെ വിമലയും അൻവറും അരവിന്ദും കൂടി എന്താണ്? അവർ 3 പേരും കൂട്ടുകാരാണ് അല്ലേ. അവർ നമ്പർ സ്ട്രിപ്പ് ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏതൊക്കെ നമ്പർ സ്ട്രിപ്സ് ആണ് അവരുടെ കയ്യിലുള്ളത്? 100-യുടെയും 10-ൻ്റെയും 1-ൻ്റേതും ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വിമല എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഉപയോഗിച്ചിട്ട് ലാർജസ്റ്റ് 3-digit നമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഏറ്റവും വലിയ നമുക്ക് അവിടെ തന്നിട്ടുള്ള കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് വിമല ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്കിൽ അവൾ ഉണ്ടാക്കിയിട്ടുള്ള സംഖ്യ ഏതാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആദ്യം നമുക്ക് അവിടെ തന്നിട്ടുള്ള കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? 800-ൻ്റേതുണ്ട്, 500, 70, 90, 20, 1, 6. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 3-digit നമ്പർ ഏതാ മക്കളെ? 3 അക്ക സംഖ്യ ഏതാണ്? 896. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അരവിന്ദ് മെയ്ഡ് ദി സ്മോളസ്റ്റ് നമ്പർ. ഫൈൻഡ് ദി നമ്പർ. അതായത് അരവിന്ദ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ നമ്പർ കാർഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഏറ്റവും ചെറിയ നമ്പറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതായിരിക്കും നമ്പർ? 521 ആയിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. Anwar made the maximum numbers starting with 500. Which are those numbers? അതായത് നമ്മുടെ അൻവർ എന്ത് ചെയ്തിട്ടുണ്ട്? 500 കൊണ്ട് തുടങ്ങുന്ന, അതായത് 500 കൊണ്ട് തുടങ്ങുന്ന മാക്സിമം നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയായിരിക്കും ആ നമ്പേഴ്സ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? 576, 571, 591, 596, 521, 526 അല്ലേ. ഇത്രയും നമ്പേഴ്സാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള ആ ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കൂ. നൗ അറേഞ്ച് ദി നമ്പേഴ്സ് മെയ്ഡ് ബൈ അൻവർ ഇൻ അസെൻഡിങ് ഓർഡർ. അതായത് നമ്മുടെ അൻവർ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നമ്പേഴ്സ് അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഏത് വരും? 521, 526, 571, 576, 591, 596. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾ അറേഞ്ച് ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. തന്നിരിക്കുന്ന സംഖ്യയെ വ്യത്യസ്ത രീതിയിൽ എഴുതുക. ഏത് സംഖ്യ നമുക്ക് തന്നിട്ടുള്ളത്? 758 ആണ് അല്ലേ. ഇതേ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് അറിയുന്നതാണ് അല്ലേ. നോക്കിക്കേ, 2 മോഡൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 700ഉം അതുപോലെ തന്നെ 58 ഒന്നുകളും ചേർന്നാൽ 758 ആണ് സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ബാക്കിയുള്ളത് മക്കൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നോക്കിക്കേ മക്കളെ, 700, 5, 10, 8, 1 എത്രയാണ് സംഖ്യ? 758 എന്ന് കിട്ടും അല്ലേ. അതുപോലെ തന്നെ 75, 10, 8, 1 ചേർന്നാൽ എത്രയാണ്? 758 ആണ് അല്ലേ. പിന്നെ അതുപോലെ നമുക്കറിയാവുന്നതാണ് 758 ഒന്നുകൾ ചേർന്നാൽ 758 ആണ് സംഖ്യ കിട്ടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് അറേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് കുറച്ച് കൂട്ടുകാരുടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒരു ഹാർട്ട് സിമ്പിളെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് വാട്ടർ? പിക്ക് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിങ് വാട്ടർ. അതായത് നമുക്ക് അവിടെ 3 ഇൻസ്ട്രുമെൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ, ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് വാട്ടർ മെഷർ ചെയ്യുക, അതായത് വെള്ളം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് കണ്ടെത്തിയിട്ട് അതിന് നേരെ ടിക്ക് ചെയ്യാനാണ്. അപ്പോൾ അതിലേതാണ് മക്കളെ? 3ാമത്തതാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു കപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടറൊക്കെ മെഷർ ചെയ്യുന്നത്. അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ. രാമു ഹാസ് എ വാട്ടർ ബോട്ടിൽ വിച്ച് കണ്ടെയ്ൻസ് 500 ml of water. Teacher has a water bottle that of double the quantity of Ramu's bottle. What is the quantity of water in teacher's bottle? എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ രാമുവിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ബോട്ടിലുണ്ട് അല്ലേ. അതിൽ എത്ര വെള്ളം കൊള്ളും? 500 ml വെള്ളമാണ് കൊള്ളുന്നത്.
ടീച്ചറുടെ ബോട്ടിലോ നമ്മുടെ രാമുവിൻ്റെ ബോട്ടിൽ കൊള്ളുന്നതിനേക്കാൾ ഡബിൾ ക്വാണ്ടിറ്റി കൊള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ബോട്ടിലിൽ കൊള്ളുന്നത് എത്ര വെള്ളമായിരിക്കും എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് മക്കളെ? രാമുവിൻ്റെ 500 ml കൊള്ളുകയാണെങ്കിൽ ടീച്ചറുടെ കയ്യിൽ അതിൻ്റെ ഡബിൾ കൊള്ളൂ അല്ലേ? അതായത് 1000 ml കൊള്ളൂ അല്ലേ? 1000 ml കൊള്ളും. അടുത്തത് നമ്മളടുത്ത് പറഞ്ഞത് ഇതാണ്, കൺവേർട്ട് ഇറ്റ് ഇൻ ടു ലിറ്റർ. 1000 ml എന്നതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് മക്കളെ? 1000 ml എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ് അല്ലേ? ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് രാമു ഡ്രിങ്ക്സ് 2 liters ഓഫ് വാട്ടർ എവറി ഡേ, ദെൻ ഹൗ മെനി ടൈംസ് വിൽ ഹീ നീഡ് ടു ഫിൽ ദി ബോട്ടിൽ? അതായത് നമ്മുടെ രാമു ഓരോ ദിവസവും 2 ലിറ്റർ വെള്ളം കുടിക്കും. അങ്ങനെയാണെങ്കിൽ അവന് ബോട്ടിൽ എത്ര പ്രാവശ്യം ഫില്ല് ചെയ്യേണ്ടി വരും എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, 1000 ml ആണ്. അങ്ങനെയാണെങ്കിൽ 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ആണ് മക്കളെ? 2000 ml ആണ് അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മക്കൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എത്ര പ്രാവശ്യം 500 ചേർക്കുമ്പോഴാണ് 2 ലിറ്റർ കിട്ടുന്നത് എന്ന് നോക്കുക കേട്ടോ. എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യം ചേർന്നാലാണ് നമുക്ക് 2000 കിട്ടുക അല്ലേ? അതായത് 2 ലിറ്റർ കിട്ടുക. അതായത് അവൻ 4 പ്രാവശ്യം ഓരോ ദിവസവും ബോട്ടിൽ ഫില്ല് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളുടെ ഗണിതത്തിലെ ചോദ്യങ്ങൾ. എല്ലാവരും ഇതേ രീതിയിലൊക്കെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കൾ പേടിക്കൊന്നും വേണ്ട, വളരെ ഈസി ആയിരിക്കും കേട്ടോ നമ്മുടെ എക്സാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.